ദൈവത്തിന് മഹത്വം. ഈ നല്ല ദിവസത്തിനും നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കൃപയാൽ കർത്താവ് നമുക്കൊരു ദിവസം കൂടി തന്നു. ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ദൈവം നമ്മളെ മറച്ചു, അവരുടെ അനർത്ഥം കൂടാതെ നമ്മളെ കാത്തു. ഓരോ ദിവസവും ദൈവഹിതത്തിന്റെ പൂർണ്ണതയിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വഴി നടത്തുന്നത്. തിരിച്ചറിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും ദൈവജനത്തിൽ പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മൾ കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ അല്ല സാധിക്കുന്നത്, ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് ദൈവജനം പറയുന്നത് എന്നെ അവന്റെ കൃപ നമ്മുടെ ബലഹീനതകളെ ബലപ്പെടുത്തുന്ന ദൈവകൃപ അത് ധാരാളമായിട്ട് പകരും. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായി പോയില്ല, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്ന അവിടുത്തെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്നതും തികഞ്ഞവനാക്കുന്നതും നിർത്തുന്നതും നയിക്കുന്നതും നടത്തുന്നതും ഒക്കെ ദൈവത്തിന്റെ കൃപയാണ്. ആദാമ്യ പാപപ്രകൃതമുള്ള മനസ്സുകൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവവചനം അനുസരിക്കാനോ ദൈവവഴി നടക്കാനോ സാധിക്കത്തില്ല. എന്നാൽ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് വഴി നടത്തും, ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും, വീഴാതെ അവനെ സൂക്ഷിക്കും. ആവശ്യമായ എല്ലാ നന്മകളാലും എല്ലാ നിറവിനാലും ദൈവം നയിക്കും. അതെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്വമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് എത്രയുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ ഉവ്വ് എന്നും ആമേൻ എന്നുമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരുടെ അനുകാരികളായിട്ട് നമ്മൾ തീരണം. നിത്യതയിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അതെല്ലാം ദൈവം ലഭ്യമാക്കും. ദൈവത്തിന്റെ വചനം ആണ് നമ്മൾ അതിനായിട്ട് സഹായിക്കുന്നത്. എന്താ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായക കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ നാളുകളിൽ വചനത്തിലേക്ക് അധികമായിട്ട് അടുക്കണം, മടങ്ങി വരണം. വചനം നമ്മുടെ ഹൃദയത്തിൽ ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടി വസിക്കണം. വചനം നമ്മളിൽ ജീവനായി തീരണം. യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് വചനം ജഡമായി തീർന്നിട്ടാണ്. നമ്മൾ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നതും വചനം ജഡമായി തീർന്ന് നമ്മളും ഈ ഭൂമിയിൽ യേശുവിനെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വചനം ജഡമായി തീർന്ന് യേശു ജീവിച്ചതുപോലെ നാം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഓരോരോ വചനവും നമ്മളിൽ മാംസം ധരിക്കണം. ഓരോരോ വചനത്തിന്റെ അനുസരണത്തിലാണ് അത് സാധ്യമാകുന്നത്. അപ്പോൾ വീണ്ടും ജനനത്തിൽ വചനം അനുസരിച്ചു. തുടർമാനമായിട്ടുള്ള വചനത്തിന്റെ അനുസരണമാണ് നമ്മളെ യേശു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നത്. പെരുമങ്ക ആളുകൾ അങ്ങനെ ഒരു ജീവിതം ജീവിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ദൈവനാമം ദുഷിക്കപ്പെട്ടു പോകുന്നത്. അനേകർ നിങ്ങൾ നിമിത്തം എൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു പറയേണ്ട കാരണം എന്ന് പറയുന്നത്, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർത്ത യേശുവിനെ പോലുള്ള ഒരു ജീവിതത്തിലേക്ക് വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ താല്പര്യമുള്ള അധികം ആളുകളില്ല. അപ്പോൾ നമ്മൾ വചനത്തിലേക്ക് ഉറ്റുനോക്കി ഓരോരോ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യേശുവിനെ പോലെ നമ്മളുമായി തീരും. കാരണം യേശുവിനെ പോലെ ആയിത്തീർന്നെങ്കിലേ നമുക്ക് യേശുവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായവരെ ചേർപ്പാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ സാധ്യമാകുന്ന കാര്യമാണോ? സാധ്യമാകാത്തൊരു കാര്യം കർത്താവ് പറഞ്ഞിട്ടില്ല. നമുക്ക് ആഗ്രഹമുണ്ടോ എന്ന് കർത്താവ് നോക്കുന്നു. നമുക്ക് ആഗ്രഹമില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പറയുന്ന ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുന്ന പറഞ്ഞു. അതല്ലാതെ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തള്ളിക്കളയുമെന്നൊന്നുമല്ല പറയുന്നത്, തൃപ്തിപ്പെടുത്തും. അത് നമ്മളെ പുത്രനായ യേശുവിനെ പോലെയാക്കും. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ കയറി വരുവാനായിട്ടൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൃത്യകാലത്ത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ വിനിയോഗിക്കണം. കർത്താവിന്റെ വരവ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിലച്ചിരിക്കാത്ത നാഴികയിലാണ് മനുഷ്യപുത്രം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണരണം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ദൈവം പറയുന്നത്. ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അപ്പോൾ നമ്മൾ ചാവാറായ ശേഷിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വചനത്തിന്റെ അനുസരണത്തിലൂടെ അതിനെ ശക്തീകരിച്ച് ദൈവിക ജീവനത്തിലേക്ക് ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ നടക്കണം. എന്താ പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരാൻ വേണ്ടി മാത്രമല്ല വന്നത്, സമൃദ്ധിയായ ജീവനും നിത്യജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീവനുണ്ടായി അതിന് സമൃദ്ധിയായ ജീവനിലേക്ക് പോകണം. നിത്യജീവൻ പ്രാപിക്കുന്ന ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകുന്നത് വരെ, കർത്താവിന്റെ വരെയെങ്കിൽ കണ്ണിമയ്ക്ക് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടുന്നത് വരെ നമ്മൾ ആ ഒരു നടക്കണം. അന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് സദൃശ്യ വാക്യങ്ങളുടെ പുസ്തകം ഇനി 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം അതിന്റെ 13, 14, 15 വാക്യങ്ങൾ. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. ഇതിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകയില്ല.
അപ്പോ ഇവിടെ നമ്മളോടൊരു കാര്യം പറയാണ്, ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യൻ, വിവേകം ലഭിക്കുന്ന നരൻ ഭാഗ്യവാൻ. അപ്പോ ദൈവവചനത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിക്കണം, വിവേകം ലഭിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ദൈവവചനം പറയുന്നത്, അവൻ ഭാഗ്യവാനാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് പറയാണ്, അതിന്റെ സമ്പാദനം എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. പ്രത്യേകിച്ചും ഈ വചനം ഇന്ന് വളരെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന, പ്രത്യേകിച്ച് സ്വർണത്തിനൊക്കെ ഇതുവരെ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടിയ നിലയിലാണ് നിൽക്കുന്നത്. ശരിയല്ലേ? അപ്പോ ആളുകളൊക്കെ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഈ വില ഇങ്ങനെ കൂടുമ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? അയ്യോ, കാശ് വില തീരെയില്ലായിരുന്ന സമയത്ത് കുറെ മേടിച്ചു വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവവചനം പറയാണ്, അതൊന്നുമല്ല പ്രയോജനമുള്ളത്. അതിന്റെ സമ്പാദനം തങ്കത്തിലും വെള്ളിയിലും ഒക്കെ വിലയേറിയാണ്. അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വെള്ളിയോ പൊന്നോ വസ്തുവകകളോ സമ്പാദിക്കുന്നതിലല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവപ്രസാദമുള്ളത് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി എന്ത് ചെയ്യണം? ജ്ഞാനം പ്രാപിക്കണം. അപ്പോ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണുന്ന ഒരു ഹൃദയം ഒരു വ്യക്തിക്ക് ഉണ്ടാകുക എന്നായി പറഞ്ഞാൽ അർത്ഥം, ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യൻ കേട്ടോ, ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഈ ലോകത്ത് മനുഷ്യൻ മൂല്യമിട്ടിട്ടുള്ള സ്വർണത്തെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും മറ്റെല്ലാത്തിനെക്കാട്ടിലും മൂല്യം ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ജ്ഞാനത്തിനുണ്ട്. അപ്പൊ ജ്ഞാനം എങ്ങനെയാ ഒരു വ്യക്തിക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, യേശു ഈ ഭൂമിയിൽ ജീവിച്ചു, തന്റെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ യേശു വളർന്നു എന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ലൂക്കോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഇതിൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു. ഇപ്പോ യേശുക്രിസ്തുവിന്റെ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ യേശു ജീവിച്ചപ്പോൾ വെറുതെ ഒരു ശാരീരികമായ ഒരു വളർച്ചയിൽ അപ്പുറമായിട്ട് ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, യേശു ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതാണെങ്കിലും നമുക്ക് സകലത്തിൽ മാതൃക കാണിച്ചു തരാൻ വേണ്ടിയിട്ട് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. അപ്പോൾ യേശു ജ്ഞാനം നിറഞ്ഞു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്ന് പറയുന്നത്, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എല്ലായ്പ്പോഴും നിത്യമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, അഥവാ ഉയരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ജ്ഞാനം നിറയുകയാണെങ്കിൽ അവൻ എല്ലായ്പ്പോഴും ഉയരത്തിലുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യാം? ചിന്തിക്കുക, ഉയരത്തിലുള്ള കാര്യങ്ങളായിരിക്കും കാണുക. അപ്പോൾ യേശുവിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 2:40 52 പറയുന്ന വാക്യങ്ങൾ, പൈതൽ വളർന്നു. അപ്പൊ നമ്മളും ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തികളും വളരുന്നുണ്ട്, ഫിസിക്കലായിട്ടുള്ള ഒരു വളർച്ചയുണ്ട്. എന്നാൽ അടുത്ത കാര്യം പറയുന്നത് ജ്ഞാനം നിറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് ആളുകൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വളരുമ്പോൾ വളരെ പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ശാരീരികമായിട്ടുള്ള വളർച്ച, അതുപോലെ മാനസികമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും ഉണ്ടായതിനപ്പുറമായിട്ട് ഒരു ദൈവികമായിട്ടുള്ള ഒരു ജ്ഞാനം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് രണ്ടുകൊണ്ടും പ്രയോജനമുള്ളൂ. മനസ്സിലായോ? അത് ഈ ദൈവത്തിന്റെ ജ്ഞാനം ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തൊക്കെ പ്രാപിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടാണ് യേശുവിന്റെ ജീവിതത്തിലേക്ക്, യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനെയാണ് വളർന്നത്, യേശുവിന്റെ വളർച്ചയിൽ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു കേട്ടോ. അപ്പോ ഈ എടുത്തു പറയാൻ വളർന്നു തൊട്ടടുത്ത വാക്യം പറയുന്നത് ജ്ഞാനം നിറഞ്ഞു എന്നാണ്. വേറെ ഒന്നും കാര്യങ്ങളല്ല പറയുന്നത്, വേറെ എന്തെങ്കിലും കാര്യങ്ങളല്ല. അല്ലെങ്കിൽ എന്നെ പോയിട്ട് പഠിച്ചു. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇവൻ പഠിപ്പില്ലാത്തവൻ അല്ലെ, ഇവൻ എങ്ങനെയാണ് ഈ മർമ്മങ്ങൾ എങ്ങനെയാണ് പറയുന്നത് സ്വർഗീയ അല്ലെ, ഇവന് പഠിപ്പില്ലാത്തവനാണെങ്കിലും ഇവൻ എങ്ങനെ സംസാരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. എന്താ കാരണം? അവൻ എല്ലായ്പ്പോഴും പിതാവിനുള്ളതിൽ ഇരുന്നത് കൊണ്ട് ദൈവിക ജ്ഞാനത്താൽ യേശു നിറയപ്പെട്ടു. ഇത് നമുക്കൊരു മാതൃക കാണിച്ചു തരാം. അപ്പൊ നമ്മളും ലോകത്തിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചത് കൊണ്ടൊന്നും നമുക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെട്ട് കിട്ടത്തില്ല. അത് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന, ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തികൾക്കാണ് ദൈവം ഇതെന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവരൊക്കെ സാധാരണക്കാരായിരുന്നു അല്ലെ. അവിടെ പറയുന്നുണ്ട്, ഇവർ സാധാരണ മനുഷ്യരല്ലയോ, പക്ഷെ ഇവര് ലോകം കീഴ്മേൽ മറയ്ക്കുന്നവരായി മാറി എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നു. ഇവരൊക്കെ സാധാരണക്കാരൻ മനുഷ്യർ, ഇവരെങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് ഈ വൻ കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ പറയും, ഇവരെങ്ങനെയാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് ഇത്രയും വലിയ കാര്യങ്ങൾ പറയുന്നത് എന്നവർ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് സംഭവിച്ചത്? ദൈവത്തിന്റെ ജ്ഞാനമാണ്. അപ്പോ ലൂക്കോസ് സുവിശേഷം നമുക്കൊന്ന് വായിക്കാം, 2 വാക്യങ്ങൾ വേണമെന്ന് വായിക്കാം യേശുവിനെ കുറിച്ച് പറയുന്ന കാര്യം. ഇവിടെ പറയുന്നത് ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ജ്ഞാനം പ്രാപിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥമുള്ളൂ. അതില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ
ലോകത്തിന്റെ ജ്ഞാനങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്, എന്നാൽ ഇതൊരിക്കലും നശിച്ചു പോകുന്നതല്ല. ഇത് നിലനിൽക്കുന്നതാണ്, നിത്യമായതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഒന്ന് വായിച്ചോട്ടെ, ലൂക്കോസ് സുവിശേഷം 2:40-52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും, ആദ്യം പറയുന്നത് ജ്ഞാനത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞത് പൈതൽ വളർന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അതിന്റെ 40-ാം വാക്യം വായിക്കുമ്പോൾ നോക്കൂ, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും കേട്ടോ. ഇവിടെ നോക്കൂ, പൈതൽ വളർന്നു. 40-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു പൈതൽ വളർന്നു. ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു വളർച്ചയെ കുറിച്ചാണ് പറയുന്നത്. 52-ാമത്തെ വാക്യത്തിൽ യേശു ജ്ഞാനത്തിലും വളർച്ചയിലും. അപ്പൊ അങ്ങോട്ട് മാറി രണ്ടും തമ്മിൽ. ആദ്യം ജ്ഞാനം കയറി വന്നു കേട്ടോ. ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ജീവിത യാത്രയിൽ നമുക്കിപ്പോൾ നമ്മുടെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കാം. പക്ഷേ ദൈവികമായിട്ടുള്ള ഒരു ജ്ഞാനത്താൽ ഒരു വ്യക്തി നിറയപ്പെടണം. അത് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വ്യക്തിക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ ഇത് ലഭിക്കത്തില്ല. അപ്പോൾ ഇവിടെ യേശുവിനെ കുറിച്ച് പറയുക, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. ദൈവത്തിന്റെ ജ്ഞാനം ഒരു വ്യക്തിയെ ആത്മാവിൽ ബലപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കും. മനസ്സിലായോ? ദൈവത്തിന്റെ ജ്ഞാനം ഒരു വ്യക്തി എന്തിനു സഹായിക്കും? ആത്മാവിന്റെ ബലം ഉണ്ടാകാനായിട്ട്. ദൈവത്തിന്റെ ജ്ഞാനം ഒരു വ്യക്തിയെ ദൈവവചനത്തെ മുറുകെ പിടിക്കുവാനും സാഹചര്യങ്ങളുടെ നടുവിൽ, സമ്മർദ്ദങ്ങളുടെ നടുവിൽ വചനത്തിൽ നിന്നും മാറിപ്പോകുവാനല്ല, മറിച്ച് ആ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ അത് എന്നെ ആത്മീയ ശക്തിയിലേക്ക് എന്നെ നയിക്കും എന്നുള്ളൊരു വലിയ ബോധ്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. അപ്പോ യേശുവിന്റെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. ഇത് പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ജീവിക്കേണ്ടത്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ അത് എടുത്തു പറയുന്നുണ്ട്. അവൻ നമുക്ക് അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, യേശുവിനെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് ഭൂമിയിൽ യേശുവിനെ നിർത്തിയിരിക്കുകയാണ്. നാം എങ്ങനെ ഈ ഒരു ജീവിതം ജീവിക്കണം, എങ്ങനെയാണ് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്ന് കാണിച്ചു തരാൻ വേണ്ടി യേശുവിനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോ യേശു ജീവിച്ചപ്പോൾ യേശു ജ്ഞാനം നിറഞ്ഞു. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എന്ത് വേണം? നമുക്ക് ജ്ഞാനം ഉണ്ടാകണം. അത് ഈ ലോകത്തില് നമ്മൾ, അല്ലെങ്കിൽ 60, 70, 80, 100 വയസ്സ് വരെ മനുഷ്യൻ ജീവിതം നമ്മൾ നോക്കിയാൽ, നിങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഒത്തിരി ധനവാന്മാരായ അല്ലെങ്കിൽ ഒത്തിരി പണം ഉണ്ടായിരുന്ന ആളുകളൊക്കെ മരിക്കുന്ന അവസാന സമയങ്ങളിലേക്ക് വന്നപ്പോൾ അവരെ പണമൊന്നും അവർക്ക് വേണ്ട. നിങ്ങൾ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ മരിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കോടീശ്വരനായിരുന്ന ആളൊക്കെ മരിച്ചുപോയ ആ പ്രായത്തിന്റെ അവസാനം വന്നു കഴിഞ്ഞപ്പോ അയാളുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്ന ആ വ്യക്തിയുടെ പണത്തിനൊന്നും അയാളെ സഹായിക്കാൻ പറ്റുന്നില്ല. പണം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പൊ അതാണ് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ സമ്പാദനം വെള്ളിയുടെയും സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും വലുത്. ഇത് മനുഷ്യന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ദൈവത്തിന്റെ ജ്ഞാനം ഇത്രയും മൂല്യമുണ്ടോ, ഇതിന് ഈ ദൈവവചനത്തിൽ ഇത്രയും മൂല്യമുണ്ടോ എന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്തുവാ? അവന് കിട്ടിയ സമയം മുഴുവൻ അവൻ മറ്റെന്തിനോ വേണ്ടി ഓടിയിട്ട് അവസാന കാലത്താണ് ഇത് മനസ്സിലാക്കുന്നത്. ഈ പണത്തിനോ ഞാൻ ഓടി നടന്നതിനോ ഞാൻ സമ്പാദിച്ചു കൂട്ടിയതിനോ ഒന്നും എനിക്ക് ദൈവസന്നിധിയിലെ പ്രവേശനത്തിന് എന്നെ യോഗ്യനാക്കത്തില്ല എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും സമയം പോയിരിക്കും. എന്നാൽ ദൈവം കൃപയാൽ നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ ഈ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണ്, എന്തിനാ ദൈവം നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്, എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി തന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പലർക്കും അതൊരു ഭാഗ്യമായിട്ട് തോന്നുന്നില്ല. മനസ്സിലായി ഞാൻ പറയുന്നത്? ഏറെ പങ്ക് ആളുകൾക്കും പിടികിട്ടുന്നില്ല. അതും പിടികിട്ടുന്ന ഒരു ദിവസമുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. പക്ഷെ ഇന്ന് അത് മനസ്സിലാക്കിയാൽ മാത്രമേ പ്രയോജനമുള്ളൂ. അന്ന് മനസ്സിലാക്കിയ പ്രത്യേകിച്ച് കാര്യമില്ല. ഇന്ന് മനസ്സിലാക്കണം. അന്നെന്ന് പറഞ്ഞാൽ ഇനി ന്യായവിധിയാണുള്ളത്. ഇന്ന് മനസ്സിലാക്കിയാൽ ഇന്ന് നമുക്ക് കർത്താവിനോട് ചേർന്ന് നടക്കാനും ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെടുവാനും നിലനിൽക്കുന്നതും നശിച്ചു പോകാത്ത നിത്യതയിലാക്കി ജീവിക്കാനും പറ്റും. യേശു കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഉണ്ണാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ. മനസ്സിലായി? ഉണ്ണാനും ഉടുപ്പാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായതെല്ലാം ദൈവം നൽകി തരാൻ മതി, അത് മതി എന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ ഈ സംഭവം നഷ്ടപ്പെട്ടു. എന്ത്? ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെട്ട്, ദൈവിക ജീവനാൽ നിറയപ്പെട്ട്, ദൈവിക വിശുദ്ധിയാൽ നയിക്കപ്പെട്ട് ആ ദൈവ തേജസ്സിന്റെ മക്കളായി തീരുന്ന ദൈവ പദ്ധതി നഷ്ടപ്പെട്ടു പോകും. മനസ്സിലായോ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, ധനവാനാകാൻ പണിപ്പെടരുത്. അതൊരു അത് ആ ധനവാനാകാൻ നീ പണിപ്പെടരുത്. കണ്ട, ധനവാനാകാൻ എന്ത് ചെയ്യണം? ഒത്തിരി പണിയെടുക്കണം.
അല്ലെ? പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളും നമ്മളുടെ ശരീരവും നമ്മുടെ മനസ്സും എല്ലാം അതിലേക്ക് ഇങ്ങനെ വലിച്ചു 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 കൊണ്ടുപോകും. നമുക്ക് എന്ത് ചെയ്തില്ല, ദൈവത്തിന്റെ ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നമ്മൾ ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവഹിതത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവ സകലത്തിന് മതിയായവനാണ്. അവൻ ആവശ്യങ്ങളൊക്കെ, ഇതൊരു ജ്ഞാനമാണ് ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്ന്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതെന്തെങ്കിലും ഒരു സാധനം കടയിൽ പോയി മേടിക്കുന്നതല്ല. ജ്ഞാനം എന്ന് പറയുന്നത് ദൈവം കാണുന്ന പോലെ ഒരു കാര്യത്തെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ദൈവം ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ, അതുപോലെ എന്റെ മനസ്സിനെ പുതുക്കാൻ പറ്റുന്നുണ്ടോ, എനിക്കതിനെ ആ ദൈവഹിതത്തെ എനിക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്നുണ്ടോ, ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. യേശു കർത്താവ് ജ്ഞാനം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ എല്ലായ്പ്പോഴും യേശു പറയുന്നത് എന്താ? ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നു. മനസ്സിലായോ? ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു ജ്ഞാനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു ജ്ഞാനമാണോ? അതാ ജ്ഞാനം എന്ന് പറയുന്നത്. ഇതിനെ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ തേജസ്സിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായോ? അതുകൊണ്ട് ബൈബിൾ പറയുന്നത് മനുഷ്യന് തന്റെ വഴികളൊക്കെയും ചൊവ്വായി തോന്നുന്നു, അതിന്റെ അവസാനമോ മരണ വഴികൾ എത്രയോ. അതാ മനുഷ്യന്റെ പ്രശ്നം. പക്ഷെ ദൈവത്തിന്റെ വഴികളോ, അത് നമ്മളെ ഓരോ ദിവസവും എന്ത് ചെയ്യും? നിലനിൽക്കുന്ന നിത്യതയിലേക്കും തേജസ്സിലേക്കും വിശുദ്ധിയിലേക്കും ആ സ്വർഗീയമായിട്ടുള്ള പൗരത്വത്തിലേക്കും ഒക്കെ നമ്മളെ നയിക്കും. ഇതാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ പറയാണ്, ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. വിവേകം ലഭിക്കുന്ന, എന്ത് വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഒരു വാക്യം വായിക്കുകയാണെങ്കിൽ യോഹന്നാൻ എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം, 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാം വാക്യം. 1 യോഹന്നാൻ 5-ന്റെ 20-ാം വാക്യം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. മതി, ഇത്രേ ഉള്ളൂ. എന്താ വിവേകം എന്ന് പറയുന്നത്? ദൈവപുത്രൻ വന്നു. എവിടേക്ക് വന്നു? ഭൂമിയിലേക്ക് വന്നു. സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. കേട്ടോ? എന്നിട്ട് പറയാം, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കേട്ടോ? ഇവിടെ യേശു ആരാണെന്ന് വെളിപ്പെടുത്താണ്. യേശു ആരാണ്? അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പൊ ഈ സത്യദൈവമാകുന്ന നിത്യജീവനാകുന്ന യേശുവിനെ അറിയാനായിട്ടുള്ള വിവേകം ആരാ തരുന്നേ? മനസ്സിലായോ? ദൈവമാണ് തരുന്നത്. അതുകൊണ്ടല്ല പറയുന്നത്, പിതാവിനാൽ ആകർഷിക്കാതെ ആരും പുത്രനെ അറിയത്തില്ല, പുത്രൻ വെളിപ്പെടുത്താതെ ആരും ആരെ അറിയത്തില്ല, പിതാവിനെ അറിയത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. അത് അറിയുന്നതാണ് വിവേകം എന്ന് പറയുന്നത്. നേരുമ്പോൾ ആളുകൾക്ക് ദൈവം ആരാണെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവം ഇവിടെ പറയാണ്, നോക്കൂ, ദൈവപുത്രൻ വന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. മനസ്സിലായോ? യോഹന്നാൻ, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കുക കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കും. അതാണ് ദൈവപുത്രൻ വന്നു. എന്തിനാ വന്നത്? യേശു എന്തിനാ വന്നത്? ക്രിസ്മസ് ആഘോഷിക്കാനാ? യേശു വന്നത് ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടിയാ? യേശു വന്നത് നമുക്ക് ഇവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും തരാൻ വേണ്ടിയാ? എന്തിനാ വന്നതെന്ന് അറിയണമെങ്കിൽ ജ്ഞാനം വേണം, വിവേകം വേണം. അതുകൊണ്ട് ദൈവപുത്രൻ വന്നു എന്നും. എന്തിനാ വന്നത്? സത്യദൈവത്തെ അറിയുവാൻ. യേശു വന്നത് സത്യദൈവത്തെ അറിയുവാനാണ്. ഒരു ദൈവമുണ്ട്, സകല ചരാചരത്തിന്റെ ഒരു ഉടയവനുണ്ട്, എന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. മനസ്സിലായോ? സകലത്തെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി യേശു വന്നത്. കാരണം ദൈവത്തെ അറിയണമെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം മാത്രമേ അറിയത്തുള്ളൂ, അതല്ലാതെ അറിയത്തില്ല ആർക്കും. മനസ്സിലായോ? കണ്ടോ? സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു. അതാ വിവേകം. മനസ്സിലായോ? വിവേകം ഇവിടെ പറഞ്ഞില്ലേ, ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും. എങ്ങനെയാ ലഭിക്കുന്നത്? ദൈവം തരുന്നതല്ല. നമുക്ക് എന്നാ പോയിട്ട് കുറച്ച് വിവേകം എന്ന എവിടെയെങ്കിലും പോയി പ്രാപിക്കാൻ പറ്റുന്നതല്ല, ദൈവം തരികയാണത്. എങ്ങനെയാ തരുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്നറിയുവാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്ന ഒരു വ്യക്തിയിലുണ്ടോ? ഒരു ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? അതോ ഇന്ന് പറയുന്ന ഈ റോമലേഖനത്തിൽ പറയുന്ന പോലെ അവർ ജീവനുള്ള ദൈവത്തെ മനുഷ്യൻ, അല്ലെ, പാമ്പ്, പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു, അവയെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞിട്ട് ഈ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ ഒരു വ്യക്തിയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇത് മുഴുവൻ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്, അല്ലെ, ഇത് മുഴുവൻ പൊട്ടിത്തെറി കൊണ്ടുണ്ടായതല്ല, ഒരു ദൈവം ഉണ്ടോ എന്നൊരു വ്യക്തി ചിന്തിച്ചാൽ, മനസ്സിലായോ? ആ ചിന്തയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മനസ്സിലായോ? ആ ദൈവം എന്താ ചെയ്യുന്നത്? യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തും. ആ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സകല ചരാചരത്തിന് ഇടയവനായ ഒരു ദൈവമുണ്ട്
ആ ദൈവം ആത്മാവാണ്. ആ ദൈവമാണ് സകലത്തെ സൃഷ്ടിച്ചത്. ആ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ആ ദൈവമാണ് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് നിന്നെ കണ്ടത്, ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടത്, നിന്നെ വ്യത്യസ്തനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ 800-900 കോടി ജനങ്ങളിൽ നിന്നും നീ വ്യത്യസ്തനാണ്. നിന്നെ വ്യത്യസ്തനായി സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്റെ ജീവന്റെ മൂല്യം എന്ന് പറയുന്നത് ഈ സർവ്വ പ്രപഞ്ചത്തെക്കാട്ടിലും മൂല്യമുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് എങ്ങനെ അറിയുന്നത്? യേശു ക്രിസ്തു മുഖാന്തരം. അതാ വിവേകം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ നോക്കൂ, അതിന് ദൈവം സഹായിക്കും. ഒരു വ്യക്തി ഉണ്ടോ? അന്വേഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ? അല്ലെങ്കിൽ പലപ്പോഴും പലരും പറയത്തില്ലേ, ഞാൻ എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ അല്ലെങ്കിൽ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഞാൻ യേശു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ഒരു ദൈവം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി തരും. പക്ഷെ വെളിപ്പെടുത്തി തരുമ്പോൾ എവിടേക്കാണ് നയിക്കുന്നത്? യേശുവിന്റെ അടുക്കിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ യേശുവിന്റെ അടുക്കിലേക്ക് നയിക്കുമ്പോൾ അവന്റെ ബുദ്ധി പലതും പറയാമല്ലേ. ക്രൂശിൽ കിടന്ന് തന്നെത്താൻ നിലവിളിച്ച ഈ മനുഷ്യൻ എന്നെ രക്ഷിക്കോ എന്നൊക്കെ ചിന്തിക്കുന്ന അവന്റെ സുബോധമില്ലാത്ത അല്ലെങ്കിൽ പാപത്താൽ മലിനമാക്കപ്പെട്ട ബുദ്ധി പലതും പറയുമ്പോൾ അവൻ ഒരു ബോഷനെ പോലെ ഈ ദൈവവചനത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനായിട്ട് സമർപ്പിക്കുമ്പോൾ അവന്റെ ഹൃദയം തുറക്കും. മനസ്സിലായോ? അവിടെയാണ് പിന്നെ വെളിപ്പാടുകൾ ദൈവം നൽകുന്നത്. ദൈവം ആരാണ്? ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി തരും. അതാണ് പറഞ്ഞുള്ളൂ. നാം ഇവിടെ പറയാ, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അത് തന്നതാണ്, ദൈവം തന്നതാണ്. അല്ലാണ്ട് ഞാൻ എന്റെ കഴിവുകൊണ്ട് പഠിച്ചെടുത്തതല്ല, എന്റെ ബുദ്ധിയിൽ പഠിച്ചെടുത്തതല്ല. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. മനസ്സിലായോ? അതാണ് പിതാവിനാൽ ആകർഷിക്കാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്താതെ പുത്രൻ വെളിപ്പെടുത്തണം. വെളിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. മനസ്സിലായോ? അതും പുത്രൻ എത്രത്തോളം വെളിപ്പെടുത്തി തരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പുത്രൻ തന്നെയാണ്. നമുക്ക് എത്രത്തോളം മതി ഇത്ര മതി. അതുകൊണ്ടാണ് എന്നോട് അടുത്ത് വരിക, ഞാൻ നിന്നോട് അടുത്ത് വരാന്ന് പറയുന്നത്. ചിലർക്ക് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളിലേക്ക് പോകുമ്പോൾ വലിയ വലിയ കാര്യം, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുന്ന കാര്യങ്ങളല്ലത്. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യണം? നടന്ന് വചനാനുസരണത്തിൽ കൂടി നടന്ന് നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലും തോറും ദൈവം തന്നെ നമുക്ക് ഇനിയും വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് വചനം പറയുന്നത് പുതിയ ലേഖനത്തിൽ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആഴങ്ങൾ അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അത് നമ്മളെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്കും നിലനിൽക്കുന്ന നിത്യ തേജസ്സിനെ ലാക്കാക്കി ജീവിക്കുന്ന ജീവിതത്തിന്റെ ഉടമകളാക്കി നമ്മളെ മാറ്റിയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാം, വിവേകം തന്നു എന്ന് നാം അറിയുന്നു. ഇതൊരു തിരിച്ചറിവാണ്. അതാണ് അറിയുന്നു എന്ന് പറയുന്നത്, അല്ലെ? നാം അറിയുന്നു, അല്ലെ? നമ്മൾ റോമാലേഖനത്തിലൊക്കെ കാണാൻ പറ്റും. അറിയുന്നു, നിങ്ങൾ പാപത്തിന് മരിച്ചു, ഇനി നിങ്ങൾ നീതിക്ക് ജീവിക്കേണ്ടവരാണ്, നിങ്ങൾ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടവരാണ്, മരിച്ചവരാണ് എന്ന് നിങ്ങൾ അറിയണം, നിങ്ങളെ തന്നെ എണ്ണണം എന്നൊക്കെ പറയുന്നില്ലേ? കാരണം എന്തുവാ? ഇനി ഞാൻ ദൈവത്തിനെ വേർതിരിക്കപ്പെട്ടവരാണ്, ഇനി എന്റെ പാപ വഴികളിലല്ല ഞാൻ. ഇതൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് ജ്ഞാനം. മനസ്സിലായില്ലേ? ആ ദൈവത്തോട് ഇനി ചേർന്നാണ് ഞാൻ നടക്കേണ്ടത്, പാപ വഴിയിലല്ല ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം. കാരണം ദൈവം എനിക്ക് വിവേകം തന്നു എന്ത്? ദൈവത്തെ അറിയുവാനായിട്ട്. ഇനി ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഞാൻ പാപ വഴികളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ഞാൻ നടക്കണം. അപ്പൊ പറയാണ് കേട്ടോ, നാം അറിയുന്നു, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. നമുക്ക് രണ്ട് കാര്യം പറയാം. സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. ഞാൻ അർത്ഥം എന്തുവാ? വീണ്ടും ജനം പ്രാപിച്ച ഒരു വ്യക്തിയെ നമ്മൾ എവിടെയായിരിക്കും? നമ്മളെ ക്രിസ്തുവിൽ, നമ്മളെവിടെ? ക്രിസ്തുവിലായി ഇരുത്തിയിരിക്കുന്നത്. മാത്രമല്ല നമ്മളെ പിതാവിന്റെ സന്നിധിയിൽ അവന്റെ വലതുഭാഗത്ത് പുത്രൻ ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരുത്തിയിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ അതാ പറയുന്നുണ്ടോ, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ദൈവത്തിന്റെ ജീവനാണ് നമ്മളിലുള്ളത്, നമ്മൾ ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ വെളിച്ചത്തിൽ നടന്ന് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയിലേക്ക് അവിടെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അവനോട് കൂടെ വസിക്കും. പറഞ്ഞിട്ടില്ലേ? അറിയാം, ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധ. കാരണം എന്തുവാ? നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു, നമ്മൾ ദൈവത്തോട് ചേർന്നു, നമ്മൾ ദൈവത്തിന്റെ മക്കളായി ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവവും നമ്മളിൽ ഇതൊരു ബന്ധമാണ് കാണിക്കുന്നത്. മനസ്സിലായി? ഒരു വശം മാത്രമല്ല, രണ്ടും കൂടി ചേർന്നുള്ളൊരു ബന്ധത്തിലേക്കാണ് കൊണ്ടുപോകുക. അതാണ് ഇവിടെ പറയുന്നത്, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ആകുന്നു. എന്നിട്ട് പറയാം, അവൻ സത്യദൈവവും നിത്യജീവൻ. അപ്പൊ യേശു ആരാണ്? സത്യദൈവമാണ്. കേട്ടോ, വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, യേശു സത്യദൈവമാണ്. ആ സത്യദൈവമാണ് നമുക്ക് എന്ത് നൽകുന്നത്? നിത്യജീവൻ നൽകുന്നത്. മനസ്സിലായോ? അത് പറയുമ്പോഴാണ് വേറെ ഇതിൽ വായിക്കുന്നില്ലേ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നൊക്കെ യോഹന്നാൻ പറയുന്നില്ലേ? ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നൊക്കെ പറയുന്നില്ല. അപ്പൊ ഇവിടെ പറയണം, കാരണം ദൈവത്തിലാണ് ജീവനുള്ളത്. ആ സത്യദൈവമാണ് നമുക്ക് ജീവൻ തന്നത്. അത്
ഇതാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും അത് നമ്മളെ ഒരു ദൈവിക ജീവനിലേക്ക് നമ്മളെ വഴി നടത്തുകയും ചെയ്യും. അപ്പോ എന്നിട്ട് ഈ സദൃശവാക്യം എഴുതി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയാണ് അതിന്റെ 14-ാമത്തെ വാക്യത്തില്, അതിന്റെ സമ്പാദനം. കേട്ടോ, നിങ്ങൾ ഈ വാക്യം ഇനി പുതിയ നിയമത്തിലേക്ക് ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തി ഇതിനെ ധ്യാനിച്ചും കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കണം. ഏതിന്റെ സമ്പാദനമാണ്? ഈ നമുക്ക് ലഭിച്ച ഈ അതിശ്രേഷ്ഠ പദവി അല്ലെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. ഇത് ചെറിയ കാര്യമാണോ? അത് അല്ല. നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്ന പൊന്നു വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർമ്മലവും നിർദോഷിയുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. യോഹന്ന ലേഖനത്തിൽ പറയുന്നത്, കണ്ണിൽ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. ഈ വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തികളെ ദൈവം എവിടെ ഇരുത്തി? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. മനസ്സിലായോ? സ്വർഗത്തിൽ. നമ്മുടെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ പറയാണ് അവിടെ നിന്നും കർത്താവ് യേശു ക്രിസ്തു നമ്മളെ ചേർക്കാനായിട്ട് വരും. ഇതൊക്കെ പദവികളെ കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ഈ ഒരു ബോധ്യം ലഭിച്ച വ്യക്തി ഈ ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ലോകത്ത് അനേകർ ലോകത്തിന്റെ മോഹങ്ങളിലും അല്ലെങ്കിൽ ഇവിടെ നശിച്ചു പോകുന്നതിന് പിറകെ ഓടുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. ഇതൊരു തിരിച്ചറിവാണ്. മനസ്സിലായോ? കാരണം നമ്മൾ ഈ കർത്താവിന്റെ വചനവും ദൈവ വഴിയിലൊക്കെ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ മനസ്സ് പലപ്പോഴും അസ്വസ്ഥമാകും. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ പോകുന്നവരെ കാണുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന ഒരു ചെറിയൊരു ശേഷിപ്പ് അത് കാണാനും കിട്ടുന്നില്ല പലപ്പോഴും. എന്നാൽ പലരും പലവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ നമ്മളുടെ മനസ്സും എന്ത് ചെയ്യും? പലപ്പോഴും അസ്വസ്ഥമാകും. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ലല്ലോ, അവര് നടക്കുന്ന പോലെ നടക്കാൻ പറ്റുന്നില്ലല്ലോ, അവരുടെ പോലെ എനിക്കില്ലല്ലോ, അവർക്ക് ഒത്തിരി സംഭവങ്ങളുണ്ടല്ലോ എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സെന്ത് ചെയ്യും? മനസ്സ് അസ്വസ്ഥമാക്കും. മനസ്സിന്റെ പരിപാടി അതാ. വിശാന്റെ തന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഏത് മേഖലയിൽ നമ്മൾ അസ്വസ്ഥമാക്കുക എന്ന് അവനറിയാം. അത് വെച്ചിട്ട് നമ്മൾ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും കൊണ്ടുപോകും. എന്നാൽ ഈ വചനത്തിന്റെ തിരിച്ചറിവ് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ക്ഷീണത്തിൽ നിന്നും തളർച്ചയിൽ നിന്നും നിരാശയിൽ നിന്നൊക്കെ നമ്മളെ മാറ്റും. ഇവിടെ പറയാം അതിന്റെ സമ്പാദനം. കണ്ടോ? വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം മുത്തിലും നല്ലത്. ഏതിന്റെ ലാഭം? ഏതിന്റെ ലാഭം? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ലാഭത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? വെള്ളിയെക്കാട്ടിലും സ്വർണത്തെക്കാട്ടിലും മൂല്യമാണ് ദൈവവചനത്തിന്, വചനത്തിന് അനുസരണത്തിന്, വചനനുസരിച്ച് ജീവിക്കുന്നത്, ദൈവവചനത്തിൽ ഉറ്റിരിക്കുന്നത്. തോന്നുന്നുണ്ടോ? എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിനും അതിന്റെ ലാഭം തങ്കത്തിലും തന്നെ. എന്നിട്ട് പറയാം അത് ഏത്? അതെന്ന് പറയുന്നത് ഏതാ? ജ്ഞാനം. മനസ്സിലായോ? മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിനെ തുല്യമാകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമുക്ക് എന്തൊക്കെ കിട്ടിയാലും, എന്ത് നമുക്ക് ഈ ലോകത്തിൽ ലഭിച്ചാലും അതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതാണ്. എല്ലാം അല്ലെ? നശിച്ചു പോകാത്തായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പറയാണ്, എന്നിട്ട് പറയാ അതിന്റെ വലം കൈയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. ഏതിന്റെ വലം കൈയിൽ? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും വലം കൈയിൽ ദീർഘായുസ്, ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. അപ്പോ ഇതൊരു വ്യക്തിയല്ലേ? ഈ വലം കൈ ഇടം കൈ എന്ന് പറയുന്നത് ഒരു സാധനമാണ് അല്ല. അപ്പൊ ഇതാണ് അറിയേണ്ടത്. അപ്പൊ ഇത് ആരാ ആളെന്ന് അറിയണമെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 1:30 പോകണം. ആരാണ് ഈ ജ്ഞാനം, ആരാണ് ഈ വിവേകം എന്ന് അറിയണമെങ്കിൽ, ഈ വലം കൈയും ഇടം കൈയും എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 1:30 വായിച്ചോട്ടോ. ഇവിടെ പറയാണ് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. നിങ്ങളോ, ശ്രദ്ധിക്കണം, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അപ്പൊ ഇതൊരു വ്യക്തിയെ കുറിച്ച് പറയാം. ആരാ വ്യക്തി? യേശു ക്രിസ്തു. കണ്ടോ? അവൻ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനം. മനസ്സിലായോ? അപ്പൊ ആരുടെയൊക്കെ വലം കയ്യിൽ അത് ഇരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ. കണ്ടോ? നിങ്ങൾ നോക്കിയത് ഇവിടെ കണ്ടോ? അതിന്റെ വലം കയ്യിൽ ദീർഘായുസ്സും ഇടം കയ്യിൽ ധനവും മാനവും ഇരിക്കുന്നു. അപ്പോൾ ഈ ധനവും മാനത്തിന് പിന്നാലെ ഓടേണ്ട കാര്യമുണ്ട്. ഈ മോളിൽ പറഞ്ഞ വെള്ളി പൊന്ന് സമ്പാദിച്ചും കൊണ്ട് ജ്ഞാനത്തെ തട്ടിക്കളഞ്ഞ് വിവേകത്തെ തട്ടിക്കളഞ്ഞ് ദൈവ വഴികളിൽ നിന്നും മാറി സഞ്ചരിച്ച് ഇത് സമ്പാദിക്കാൻ പോകണോ, അതോ ദൈവത്തിന്റെ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി നടന്ന്
ഇവിടെ പറയുന്നത് നോക്കൂ, അതിന്റെ വലം കൈയിൽ ദീർഘായുസ്, ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. 15-ാം വാക്യത്തിൽ പറയാം, അത് മുത്തുകളിലും വിലയേറരുത്, നിന്റെ മനോഹരമായ വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകുകയില്ല. അതിന്റെ വലം കൈയിൽ ദീർഘായുസ്, ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ വായിക്കുന്നത് സദൃശ്യവാക്യം 3-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യം വായിച്ചത്. ഇവിടെ 13-ാം വാക്യത്തില് ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും എന്ന് പറഞ്ഞു. ജ്ഞാനം, അപ്പൊ നമ്മളിത് എന്തൊരു സാധനം വിചാരിച്ചിരിക്കുക അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ജ്ഞാനം എന്താണെന്നുള്ളത്. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു ഇല്ലേ? വിവേകം എന്താണ്, ജ്ഞാനം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടെ പറയാണ് അതിന്റെ സമ്പാദനം, ഏതിന്റെ? ഈ ദൈവജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിനും അതിന്റെ ലാഭം തങ്കത്തിലും നല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലെ ഒരു ചെറിയ ആയുസ്സില് മനുഷ്യൻ ഈ പറയുന്ന ഇവിടുത്തെ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമയത്ത് ചെലവഴിക്കുന്നത്. മനസ്സിലായോ? എന്നാൽ ഇവിടെ പറയാണ് അത് ഏത്? ഈ ജ്ഞാനവും വിവേകവും മുത്തുകളിലും വിലയേറിയത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മൂല്യം കൊടുക്കുന്ന എന്ത് സാധനം ഉണ്ടോ ഈ ലോകത്ത് അതിനെക്കാട്ടിലൊക്കെ മൂല്യമുണ്ട്. എന്തിന്? ദൈവവചനത്തിന്, ദൈവജ്ഞാനത്തിന്. മനസ്സിലായോ? എന്നിട്ട് പറയാം, നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകില്ല. ഏതേ മനോഹര വസ്തു എന്ന് പറഞ്ഞാൽ നിന്റെ വെള്ളി കൊണ്ടും നിന്റെ പൊന്നുകൊണ്ടും നീ സമ്പാദിച്ചിരിക്കുന്ന പല മനോഹര വസ്തുക്കളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഓരോ നമ്മുടെ വീടുകളിലുള്ള പോലെയാണോ? നിങ്ങളൊരു കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അംബാനിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലുള്ളതൊക്കെ ഏറ്റവും മൂല്യമുള്ള സാധനങ്ങളാണ് അല്ലെ? അവർ ധരിക്കുന്നതും അവരെ ഉപയോഗിക്കുന്നതുമായിട്ട് ഓരോ സംഭവങ്ങളും ഏറ്റവും മൂല്യമുള്ളത്. അതാണ് മുത്തുകൾ. അതെല്ലാം മുത്തുകൾ പതിക്കും. എന്താ കാര്യം? മൂല്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഡയമണ്ട് അതിനെ പതിപ്പിക്കുന്ന എന്താ? അതാണ് അതിന്റെ മൂല്യത്തെ കാണിക്കുന്നത്. അവർ ഉപയോഗിക്കുന്ന ഒരു മൊബൈലിന്റെ കവറ് അല്ലെങ്കിൽ മൊബൈൽ ഫോണ്, അതൊക്കെ കോടികൾ വിലയുള്ളതാണ്. എന്തുകൊണ്ടത് വിലയുള്ളതാണ്? അത് മുഴുവൻ ഡയമണ്ട്സും മറ്റു സംഭവങ്ങളും പതിച്ചാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നതാണ് അത് മുത്തുകളിലും വിലയേറിയത്. എന്നിട്ട് പറയാം, നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകില്ല. എന്ന് പറഞ്ഞാൽ ഈ വെള്ളിയും പൊന്നും ഒക്കെ നീ സമ്പാദിച്ചു കൂട്ടിയ പല സാധനങ്ങളുണ്ടല്ലോ, നീ മൂല്യം കൊടുക്കുന്നത്, അതൊന്നും ഈ ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി നിനക്ക് ലഭിക്കുന്ന ജ്ഞാനത്തിനും വിവേകത്തിനും തുല്യമാകില്ലെന്ന്. എന്നിട്ട് പറയാണ് അതിന്റെ വലം കൈയിൽ, ഏതിന്റെ വലം കൈയിൽ ആണോ? അതിന്റെ വലം കൈയിൽ ദീർഘായുസ്, ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. അപ്പോ ഈ ദൈവവചനത്തിന്റെ അനുസരണത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ത് നൽകും? അവന് ദീർഘായുസ്. മനസ്സിലായോ? പിടികിട്ടുന്നുണ്ടോ? ഇതിന്റെ സമ്പാദനത്തിലേക്ക് പോയി നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ വഴികൾ അവന് ചൊവ്വായി തോന്നുന്നു. അതിന്റെ അവസാനവും മരണവഴികളാണ്, നിത്യനരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ദൈവിക ജ്ഞാനവും ദൈവിക വിവേകവും ഒരു വ്യക്തിയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ദീർഘായുസിലേക്ക്. വചനം പറഞ്ഞു, ഞാൻ നിന്റെ ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. ഇനി അടുത്തെന്താ പറയുന്നത്? ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് ധനവും മാനവും ഇത് രണ്ടും കൊടുക്കാൻ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് എഴുതിയ ആള് ആരാ? ഇത് ജ്ഞാനിയായ ശലോമോനാ. ഈ ശലോമോന് വല്ല സമ്പത്ത് ഉണ്ടായിരുന്നോ? വല്ലതും ഉണ്ടായിരുന്നോ? ശലോമോന്റെ സമ്പത്ത് നിങ്ങൾ വായിച്ചു നോക്കണം. ശലോമോന്റെ അവിടെ വെള്ളിക്കൊന്നും അവിടെ കണക്കില്ലായിരുന്നു, തൂക്കത്തില്ലായിരുന്നു. മനസ്സിലായോ? അത്രമാത്രം ദൈവം കൊടുത്തതാണത്. ദൈവം പറഞ്ഞു, നീ ഇതൊന്നും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ ഇതെല്ലാം നിനക്ക് തരികയാണ്. പക്ഷെ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് ആൾക്ക് അവസാനം പാളിച്ചു പറ്റിപ്പോയി. പക്ഷെ ഇവിടെ ദൈവം പറയണമെന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ പിന്നാലെ ഒന്നും പോകണ്ട. കർത്താവ് എപ്പോഴും പറയുന്നുണ്ട്, മുന്നമേ അവന്റെ രാജ്യം നീതിയാണ്, ഇതോടുകൂടി നിനക്ക് ആവശ്യമായതൊക്കെ ദൈവം നൽകി തരും. അതിനൊന്നും ദൈവത്തിനൊരു ബുദ്ധിമുട്ടില്ല. മനസ്സിലായോ? ഇവിടെ പറയാണ്, ഇനി നോക്കൂ, ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. ഈ ധനവും മാനവും കിട്ടി, ദീർഘായുസ് കിട്ടില്ല എന്തെങ്കിലും കാര്യമുണ്ടോ? വ്യത്യാസം മനസ്സിലായോ? ധനവും കിട്ടി, മാനവും കിട്ടി, ദീർഘായുസില്ല. പക്ഷെ ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി പ്രാപിക്കുന്ന ജ്ഞാനവും വിവേകവും ഒരു വ്യക്തിക്ക് എന്ത് നൽകും? ദീർഘായുസ്. ദീർഘായുസാണ് ഈ ഭൂമിയിൽ ദീർഘായുസും ഒപ്പം തന്നെ നിത്യജീവനെ, നിത്യ തേജസ്സിനെ. മനസ്സിലായോ? മാത്രമല്ല ഇവിടെ പറയാണ് ധനവും മാനവും. ഇനി നമ്മൾ ചിന്തിക്കുന്ന ഈ ധനവും മാനവും എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ഏരിയയിൽ 70-80 വയസ്സ് വരെയുള്ള ഒരു ജീവിതത്തിന്റെ ധനവും മാനവും നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ? ഇത് അവിടെ തീരുന്ന ഒരു പരിപാടി അല്ലത്. ഇതിനപ്പുറം ഇനി ഉണ്ട് കാര്യങ്ങള്. മനസ്സിലായോ? 1000 ആണ്ട് വാഴ്ചയുണ്ട്, പുതിയ ആകാശമുണ്ട്, പുതിയ ഭൂമിയുണ്ട്. യേശു കർത്താവ് എന്തിനാ പറഞ്ഞത്? അല്ലെങ്കിൽ എന്തിനാ യേശു പറഞ്ഞത്? നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കും എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോ അവിടെ നിക്ഷേപം, അവിടെ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്തോ കാര്യം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ അവിടെ നിക്ഷേപം കൂട്ടിവെക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയാണ്
ഇനി 17ാമത്തെ വാക്യങ്ങൾ, അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികൾ, അതിന്റെ പാതകളെല്ലാം സമാധാനമാകുന്നു. ഏതിന്റെ വഴികൾ? ഈ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും വഴികളിൽ എന്തുണ്ട്? ഇമ്പമുണ്ട്. കണ്ടോ? മാത്രമല്ല അതിന്റെ പാതകളിൽ സമാധാനമുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കി, ലോകപ്രകാരമുള്ള വെള്ളിയുടെയും സ്വർണത്തിന്റെയും തങ്കത്തിന്റെയും സമ്പാദനത്തിൽ സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? ഇമ്പമുണ്ടോ? ഇല്ല, സമാധാനമില്ല. മനസ്സിലായില്ലേ? എന്നാൽ ഇവിടെ പറയാണ് അതിന്റെ വഴികളെല്ലാം ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനം. കാരണം എന്തുവാ? സമാധാനത്തിന്റെ പ്രഭുവായ ഒരു കർത്താവാണ് ആ വ്യക്തിയെ വഴി നടത്തുന്നത്. മനസ്സിലായോ? ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല. ഇനി അതിന്റെ 18ാം വാക്യം പറയണം, അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. കേട്ടോ? അതിനെ പിടിച്ചു. ഈ ജ്ഞാനവും വിവേകം അവനെ എവിടേക്ക് കൊണ്ടുപോകും? ഇത് മനസ്സിലാകുന്ന വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകണം. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തിൽ പറയാണ്, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൽ തങ്ങൾ അധികാരം, അല്ലെ? മനസ്സിലായോ? ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിപ്പാൻ കൊടുക്കും ജയിക്കുന്നവന്. അപ്പോ ഈ ജ്ഞാനവും വിവേകം അവനെ ജയാളിയായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കും. വ്യത്യാസം മനസ്സിലായോ? ഈ ദൈവത്തിന്റെ ജ്ഞാനവും വിവേകവും എവിടെ വരെ കൊണ്ടുപോകും അവനെ? ദൈവത്തോട് ചേർന്ന് യുഗായുഗം വാഴുന്ന ദൈവത്തിന്റെ തേജസ്സിന്റെ മക്കളായി ഒരുക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കും. മനസ്സിലായോ? ഇവിടെ പറയാണ് അതിനെ പിടിച്ചുകൊള്ളുന്നവന്, ഈ ജ്ഞാനത്തെ പിടിച്ചുകൊള്ളുന്നവനക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. കണ്ടോ? ജീവവൃക്ഷം, അവര് തന്നെ ഒരു അതാണ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്നും തിരുവഴുത്തിൽ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികളും. ഈ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ വിവേകവും പ്രാപിക്കുന്ന, അതനുസരിച്ച് നടക്കുന്ന വ്യക്തികളിൽ ദൈവ ജീവൻ നിറയും. അവർ തന്നെ ഒരു ജീവവൃക്ഷമായി തീരുന്നില്ലേ? മനസ്സിലായില്ലേ? അതല്ലേ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്ന ഏവനും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം അത് അവനിൽ നിത്യജീവികളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അല്ലെ? അതിനാ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്നും തിരുവഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്തേ പറഞ്ഞതിന് അർത്ഥം? ദൈവിക ജീവൻ ആ വ്യക്തിയിൽ നിന്നും വ്യാപരിക്കും. മനസ്സിലായോ? അതാണ് ജീവവൃക്ഷം എന്ന് പറയുന്നത്. മാത്രമല്ല ആ വ്യക്തിക്ക് അവനൊരു ജയാളിയായി ജീവിതം ജീവിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയാണ്, എന്ത് ചെയ്യും? ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. മനസ്സിലായി? വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ജയിക്കുന്നവനെ കിട്ടിയോ? വായിച്ചത് തീരുമാനം കൊടുക്കും. വെളിപ്പാട് പുസ്തകം 2 ഇവിടെ പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. വെളിപ്പാട് പുസ്തകം അവസാനം ഞാൻ പറഞ്ഞ 22ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 13ാം വാക്യത്തിൽ, ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു, ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും. കണ്ടോ? ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകണം. ജീവവൃക്ഷത്തിൽ അധികാരം ഉണ്ടാകുന്നത് അന്നല്ല, ഇന്നാണ് അധികാരം ഉണ്ടാകുന്നത്. എങ്ങനെ ഉണ്ടാകുന്നത്? ഈ പറയുന്ന ജ്ഞാനവും വിവേകവും പ്രാപിച്ച് ദൈവാത്മാവിനെ നയിക്കപ്പെടുമ്പോഴാണ് ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. എന്നിട്ട് പറയാ, ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്ത് വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നടന്ന് പാപവഴികളെ വിട്ടുതിരിഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കാണ് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് പറയാ, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. കുറെ കൂട്ടർ പുറത്താണ്. നായ്ക്കൾ എന്ന് പറഞ്ഞ അർത്ഥം ഛർദിക്ക് തിരിഞ്ഞ നായ എന്ന് പറഞ്ഞാൽ വിട്ടുകളഞ്ഞതിനെ പിന്നെയും നായ എന്ത് ചെയ്യുന്നത്? ഛർദി പിന്നെയും കഴിക്കും. ഇതാണ് യേശുക്രിസ്തുവിൽ വന്ന ഒരു വ്യക്തി പഴയതിനെല്ലാം വിട്ടുകളഞ്ഞ പിന്നെയും അതിലേക്ക് പോകുന്നതിനാണ് നായ്ക്കൾ എന്ന് പറഞ്ഞതിന് അർത്ഥം. അല്ലാണ്ട് നായ്ക്കൾ കയറില്ല എന്നല്ല. ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടുമാറി യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ഒരു പുതിയ വ്യക്തിയായവൻ പിന്നെയും പാപത്തിൽ രസിക്കുവാൻ പോകുന്നു. അതാണ് നായ്ക്കൾ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ. കൊലപാതകന്മാർ നമ്മളാരും കൊലപാതകം ചെയ്തിട്ടില്ല. എന്ത് കൊലപാതകം എന്ന് പറഞ്ഞാൽ, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാണെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്. സഹോദര സ്നേഹം ഇല്ലാതിരിക്കുക, സഹോദരന്മാരോട് കയ്പിലും പകയിലുമായിരിക്കുന്നവർ അവർ പ്രവേശിക്കത്തില്ല.
ബിംബാരാധികൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ പല വിഗ്രഹങ്ങളുണ്ട്. വ്യക്തി പൂജ, ദൈവത്തെക്കാൾ അധികമായി മറ്റു പലതിനെ ആരാധിക്കുക. മനസ്സിലായോ? ഇന്ന് ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിനെ ആരാധിക്കുക, ബിംബാരാധികൾ. ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തി എന്ന് പറഞ്ഞാൽ വ്യാജം, കളവ്, നുണ, ചതിവ്, വഞ്ചന, അതിൽ പ്രിയപ്പെടുക, അതിൽ നടക്കുകയും ചെയ്യുക, പ്രവർത്തിക്കുകയും ചെയ്യുക. ഇവരേവരും പുറത്തു തന്നെ. അപ്പോൾ ഇതിന്നെല്ലാം, ഈ പറയുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ച് ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ജീവന്റെ നദികൾ ഒഴുകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറ്റുന്നത് എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ വിവേകവുമാണ്. മനസ്സിലാവുന്നുണ്ടോ? കിട്ടിയോ? അപ്പൊ ഇത് സമ്പാദിക്കുമ്പോ മറ്റു പലതും നമുക്ക് സമ്പാദിക്കുന്ന പലരെ പോലെ അല്ലെന്ന് നമ്മള് അത് കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥമാവും. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ മൂല്യം ഇതിനുണ്ടെന്ന് ഇന്നറിയത്തില്ല, പക്ഷെ തിരിച്ചറിയാൻ പറ്റും. മാത്രമല്ല, ഈ ജ്ഞാനവും വിവേകവും പ്രാപിക്കുവാൻ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് ദീർഘായുസ്സും അവനാവശ്യമായിട്ടുള്ളതെല്ലാം നൽകിത്തരാൻ ദൈവം മതിയായവനാണ്. ഇതാണ് പറഞ്ഞ ജ്ഞാനം എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, മനസ്സിലായോ? അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷവും അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. മനസ്സിലായോ? സാദൃശ്യവാക്യം 24 3-ാം വാക്യത്തില് ഒരു വചനമുണ്ട്. 24:3 സദൃശ്യവാക്യം. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. ഇവിടെ പറയാനുണ്ട്, ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. അപ്പൊ ഈ ജ്ഞാനം ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ അത് ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, മക്കളാണെങ്കിൽ മക്കൾ, നാളെ കുടുംബം. എനിക്ക് ഭയങ്കര ജ്ഞാനമാണ്, എനിക്ക് ഭയങ്കര വിവേകമാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് കാര്യമില്ല. ഇത് എവിടെ വെളിപ്പെട്ട് വരണമെങ്കിൽ ഇത് വ്യക്തി ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികൾ വിലയേറിയതും മനോഹരമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. കേട്ടോ? ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു, പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. നിങ്ങളിതൊക്കെ കണ്ടോ? വായിക്കുന്നുണ്ടോ? ജ്ഞാനം കൊണ്ട് ഭവനം. അപ്പൊ എങ്ങനെയാ ഭവനം പണിയാൻ പറ്റുക? ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട്. അതെങ്ങനെയാ? ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട്. ദൈവത്തിന്റെ ജ്ഞാനം ഒരു വ്യക്തിയെ താഴ്മയുള്ളവനും സ്നേഹമുള്ളവനും വിധേയപ്പെടുന്നവനും ഒരു ഭാര്യയ്ക്ക് വേണ്ടുന്ന ക്വാളിറ്റിയിലേക്കും ഭർത്താവിന് വേണ്ടുന്ന ക്വാളിറ്റിയിലേക്കും ഒക്കെ കൊണ്ടുപോകും. മനസ്സിലായോ? അങ്ങനെ വരുമ്പോ ഭവനം എന്തായി തീരും? അത് മനോഹരമായിട്ടൊരു ഭവനമായി തീരും. പണമുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ ഈ പിന്നാലെ ഓടിയില്ല, ഈ മുത്തും വെള്ളിയും ഒക്കെ സമ്പാദിച്ചവർക്ക് എന്തുണ്ടാക്കാൻ പറ്റും? കെട്ടിടം, വലിയ വീട് വെക്കാം. വ്യത്യാസം മനസ്സിലായോ? അതൊരു ഭവനമാവണമെങ്കിൽ അവിടെ എന്ത് വരണം? ദൈവസാന്നിധ്യം വരണം. കെട്ടിടം വെക്കാം, പക്ഷേ അത് ഭവനമാകത്തില്ല. അവിടെ ഐക്യത ഉണ്ടാകത്തില്ല, സ്നേഹം ഉണ്ടാകത്തില്ല. എന്നാൽ ജ്ഞാനമുള്ളൊരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനെ അല്ലെങ്കിൽ ആ കെട്ടിടത്തെ എന്താക്കി മാറ്റാൻ പറ്റും? അതൊരു ഭവനമാക്കി മാറ്റാൻ പറ്റും. കണ്ടോ? വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. മനസ്സിലായോ? അതൊരു ഡേ ടു ഡേ ലൈഫിൽ, വ്യക്തി ജീവിതത്തിൽ വരുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപ്പെടലുകളാണ് അങ്ങനെയായിട്ട് വരുന്നത്. ഇനി പറയാം, പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികൾ വിലയേറിയതും മനോഹരമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. കേട്ടോ? പരിജ്ഞാനം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന് പറയുന്നുണ്ട്, നിന്റെ ഒരു മേശ നിറയെ സ്വാദുഭോജനവും സമാധാനമില്ലാത്ത അപ്പത്തിനെക്കാട്ടിലും സമാധാനത്തോടുകൂടെ ഒരു കഷ്ണം ഉണക്കറൊട്ടി നല്ലത്. മനസ്സിലായോ? ഒത്തിരി സംഭവങ്ങളുണ്ട്, സമാധാനമില്ല. പല വീടുകൾ എങ്ങനെയാ. പക്ഷെ ഇവിടെ പറയാം, പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയത്. പല മുറികളിലും പല സംഭവങ്ങളൊക്കെ അടക്കി വെച്ചിരിക്കുന്നതാണ്. എങ്ങനെയാ ഒരു വ്യക്തിയുടെ മഹാത്മ്യം വെളിപ്പെടുത്തുന്നത്? എങ്ങനെയാണ്? അവിടെയുള്ള അലങ്കാര വസ്തുക്കളാണ് ഭയങ്കര സംഭവമാണെന്ന് വെളിപ്പെടുത്തുന്നത്. പക്ഷെ ഇവിടെ പറയാ, പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയത് മനോഹരമായ സകല സമ്പത്ത് നിറഞ്ഞു വരുന്നു. അപ്പൊ അവിടെയുള്ള വസ്തുക്കളല്ല പരിജ്ഞാനം എന്ന് പറയുന്നത്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ ചേർന്ന് നടന്നിട്ട് എങ്ങനെ ഈ ഭവനത്തിൽ ഐക്യത ഉണ്ടാവും, എങ്ങനെ ഈ ഭവനത്തിൽ ദൈവ സ്നേഹം വസിക്കും, എങ്ങനെ? അതാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. ഒരു ഭാര്യയിലുണ്ടാകണം, ഭർത്താവിലുണ്ടാകണം, മക്കളിലുണ്ടാകണം. അല്ല, ഇനി ഭാര്യയിലില്ല, ഭർത്താവിലാണെങ്കിൽ ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയിലേക്ക് അത് പകർന്നു കൊടുക്കാന്നുള്ളത്. ഭാര്യയ്ക്കുണ്ട്, ഭർത്താവിനില്ലെങ്കിൽ ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് ഭർത്താവിലേക്ക് പകർന്നു കൊടുക്കാന്നുള്ളത്. ഇങ്ങനെ വരുമ്പോഴാണ് ആ ഭവനം എന്തായി വരുന്നത്? സ്വർഗീയ ഭവനമായിട്ട് തീരുന്നത്. ഇവിടെ പറയണം, അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ആ ഭവനം ഒരു സ്വർഗീയ ഭവനമായി തീരുന്നു. എല്ലാ നന്മകളാലും ദൈവം ആ വ്യക്തികളെ, കുടുംബത്തെ നിറയ്ക്കാനായിട്ട് തുടങ്ങുന്നു എന്നേ പറഞ്ഞാൽ അർത്ഥം. അപ്പോ ഇവിടെ പറയാണ്, തിരികെ നമ്മൾ സദൃശവാക്യം 3:13 വന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യൻ, വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങള് അവിടെ ജ്ഞാനം പ്രാപിക്കുന്ന സ്ത്രീന്നോ ജ്ഞാനം പ്രാപിക്കുന്ന പുരുഷനെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ശ്രദ്ധിച്ചു ഞങ്ങള്. അവിടെ പറഞ്ഞത് മനുഷ്യൻ, നരൻ. മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും വേണ്ട സംഭവമാണ്. മനസ്സിലായോ?
പിടിയിടുന്നുണ്ടോ? അപ്പോ ഇത് സ്ത്രീ പുരുഷൻ എന്ന് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവർക്കും എന്ത് വേണം? ഈ ദൈവത്തിന്റെ ജ്ഞാനം വേണം. ആ ജ്ഞാനം നമ്മളെ ദൈവ രാജ്യത്തിൽ ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന ദൈവത്തിന്റെ പ്രിയ മക്കളാക്കി നമ്മളെ മാറ്റും. എന്നാൽ ഈ ജ്ഞാനം ഇല്ലെങ്കിൽ, പരിജ്ഞാനം ഇല്ലായാൽ നശിച്ചു പോകും അനേകർ. എന്നാൽ നമുക്ക് വേണ്ടത് കർത്താവിനോട് ചേർന്ന് നടന്ന്, അതിനാണ് നമ്മൾ കർത്താവിനോട് ചേർന്നത്. അവനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് വചനം പറയുന്ന പോലെ അവൻ നമുക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അതെങ്ങനെയാണ് ആയിത്തീരാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുത്രനെ കാണിച്ചത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ഫലപ്പെട്ടു, ദൈവകൃപയിൽ മുതിർന്നു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും മനുഷ്യരുടെയും എല്ലാവരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മളും ഈ ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരുമ്പോൾ നമ്മളായിരിക്കുന്ന ഭവനങ്ങൾ, നമ്മളുടെ വ്യക്തി ജീവിതങ്ങൾ, നമ്മളുടെ ശുശ്രൂഷകൾ, നമ്മൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ഈ കർത്താവിന്റെ ഈ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മ തരുമെന്ന് പറയുന്ന പോലെ നമ്മളുടെ ജീവിതത്തിൽ കൂടി ആ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമ്പോൾ അത് ചലനമില്ലാത്ത അനേകം പ്രാണികൾ ചലിക്കുവാനും നമ്മളിലൂടെ യേശുവിനെ വെളിപ്പെടുത്തുവാനൊക്കെ ഇടയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി ഇങ്ങനെ വല്ലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? അതോ ഈ ലോകക്കാർ പോകുന്ന പോലുള്ള ഒരു ചിന്തയോ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പോകുന്ന സംഭവമാണ് ഉള്ളത്? കർത്താവ് പറഞ്ഞ മുന്നമേ അവന്റെ രാജ്യവും അവന്റെ നീതി അന്വേഷിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ എപ്പോഴും കർത്താവിന് കൊടുക്കുക, കർത്താവിന്റെ വചനത്തിന് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ ആ ഓരോ ദിവസവും നമുക്ക് സ്വസ്ഥതയിലും സമാധാനത്തിലും സന്തോഷത്തിലും ദൈവത്തോട് ചേർന്ന് നടക്കാൻ പറ്റും. ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നാലെ വരും. അസ്വസ്ഥതയിൽ സമാധാനത്തിൽ പ്രത്യാശയുടെ സമൃദ്ധിയുള്ള വ്യക്തിത്വങ്ങളായി തീരാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. ഇത് ഈ വചനങ്ങൾ ആത്മാവിൽ സംഗ്രഹിച്ച് മനസ്സിനെ പുതുക്കണം. ഇങ്ങനെ പുതുക്കുമ്പോൾ നിരാശയും ദുഃഖവും സങ്കടങ്ങളും ഭീതികളും അസൂയയും പിണക്കവും കയ്പൊക്കെ നമ്മളിത് മാറി നമ്മൾ തേജസ്സിന്റെ മക്കളായിട്ട് തീരാനായിട്ട് ഇടയായിത്തീരും. പ്രാർത്ഥിക്കാം. സുഹൃത്ത് പിതാവേ, നിങ്ങൾ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. കർത്താവേ, ജ്ഞാനം പ്രാപിക്കുവാനും ജ്ഞാനം പ്രാപിക്കുന്ന നരനും വിവേകം പ്രാപിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. കർത്താവേ, ഞങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെട്ട് വിവേകത്താൽ നയിക്കപ്പെട്ട് തേജസ്സിൽ അങ്ങോട്ട് കൂടെ ആയിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരുങ്ങുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. അതിനെ ഞങ്ങൾ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവും കൃത്യതയോടുകൂടെ നടത്തുവാൻ ദൈവവചനവും ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിക്കുവാൻ പിതാമത്തിനും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അവൻ വഴിയിൽ ഞങ്ങൾ ഉപേക്ഷിച്ച് കളയത്തില്ല. അവസാനത്തോളം വീഴാൻ ഞങ്ങളെ സൂക്ഷിക്കും. ദൈവത്തിന്റെ ധാരാളമായി കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വചനം കേൾക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണം. വചനത്തിനുള്ള ദാഹത്താൽ നിറയ്ക്കണം. നിലനിൽക്കും നശിച്ചു പോകാത്തതും നിത്യമായതിനെ വെളിപ്പെടുത്തി തരുവാന്നൊക്കെ ഹൃദയദൃഷ്ടികളെ അധികമായി പ്രകാശിപ്പിക്കണമേ. യേശുക്രിസ്തുവിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.